ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഇതിൽ വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ കാരണം ഇടാൻ പറ്റിയില്ല, തിരക്കിലായിപ്പോയി, അതുകൊണ്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമുക്കപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്രതീക്ഷിതമായാണ് ഈ റീഡിംഗ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള വികാരങ്ങൾ എത്രമാത്രം സത്യമുള്ളതാണെന്ന് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ റീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്രതീക്ഷിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഈ റീഡിംഗ് നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു വികാരങ്ങൾ അത് എത്രമാത്രം സത്യമുള്ളതാണ്. ഓക്കെ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്തൊക്കെ ആയിക്കോട്ടെ അത് എത്രമാത്രം സത്യമുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇന്നൊരു 7 കാർഡ്സ് ആണ് എടുക്കുന്നത്. സോ നമുക്ക് ഓരോ കാർഡ്സിലേക്കും പോകാം. ഓക്കെ, ഫസ്റ്റ് എനർജി നോക്കാം. ഫസ്റ്റ് എനർജി നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഏത് എനർജിയിലാണ് നിൽക്കുന്നത്, അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏത് എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കറേജ് എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വളരെയധികം ശക്തമായിട്ടുള്ളതും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നമുക്ക് കാണാനായിട്ട് പറ്റും വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു മൗണ്ടൻ ആണ് അല്ലെ, അതായത് പാറക്കെട്ടുകളാണ്. അതിനെ ശക്തമായിട്ട് വന്ന് അതിൻ്റെ മേലേക്ക് പതിക്കുന്ന തിരമാലകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിശക്തമാണ് അതുകൊണ്ട് കാണിക്കുന്നത്, വളരെ ശക്തമായിട്ട് തന്നെയാണ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെയധികം മനോബലത്തെയും മനഃശക്തിയെയും സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പൊ കറേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വാക്കിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് വിജയത്തെയും വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തെയും വളരെയധികം സോൾ പവറിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് എത്ര കീഴ്പോട്ട് പോയാലും വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള മനോബലം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവം ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കിത് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല ഇത് നിസ്സാരമായിട്ടുള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു നിസ്സാരക്കാരനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു സംഭവിച്ചു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വീണു പോകും, അങ്ങനെ ഒരു ആളാണെന്ന് തോന്നിയേക്കാം. പക്ഷെ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട്. അത് അങ്ങനെയല്ല. ഈ പേഴ്സൺ അത്രയും പവർഫുൾ ആണ്. നിശബ്ദമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു പ്ലാനിങ്, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഈ ഒരു എനർജി എന്താണെന്ന് വെച്ചാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് ഈ തിരമാലകൾ ഈ പാറക്കെട്ടിന്റെ മേലിൽ വന്ന് ശക്തമായി പതിയുന്നത് പോലെ തന്നെ ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കീഴ്പ്പെടുത്തണം എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സണ് ഉള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ലഭിച്ചിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ സെപ്പറേഷൻ അവസ്ഥയിൽ ആണെങ്കിൽ എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ടായിരിക്കും, ബ്രേക്കപ്പിൽ ഇരുന്നുകൊണ്ടായിരിക്കും. സോ ഇനി എന്താണ് മുന്നോട്ട് വന്നേ എന്നുള്ളത് അറിയില്ല, വ്യക്തമായിട്ടുള്ളൊരു അറിവില്ല. സോ ആ ഒരു സിറ്റുവേഷൻസിൽ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് ഇപ്പോൾ സെപ്പറേഷൻ ആയിട്ടുള്ള പീരീഡിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എന്താണ് ഇതിന്റെ ഭാവി, ഇതിന്റെ ഫ്യൂച്ചർ എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളതും ഗോയിങ് ഫോർവേഡ് ആണ്. ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പോലും മുന്നോട്ട് പോവുക എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. മുന്നോട്ട് കുതിക്കുക, മുന്നോട്ട് പോവുക. കാരണം ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ വിദൂരമായിട്ട് വലിയൊരു വഴി ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ, വളരെ നീണ്ടു നിവർന്ന് വലിയൊരു വഴിയാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകേണ്ടതായിട്ടുണ്ട്, പല കുന്നുകളും കയറേണ്ടതായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുമായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പുറകിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നില്ല. മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് തന്നെ എന്ന് പറയുന്നത് പോലെ വെളിച്ചത്തിലേക്കാണ് ഇതിന്റെ ഭാവി എന്ന് പറയുന്നത്. ഇപ്പോ കുറച്ച് ഇരുട്ടായിട്ടായിരിക്കാം ഇരിക്കുന്നുണ്ടാകുന്നത്, കുറച്ച് ഇരുണ്ടിയ അല്ലെങ്കിൽ കുറച്ച് ഇരുണ്ട
ഒരു എനർജിയിലൂടെ ആയിരിക്കും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത് മുന്നോട്ട് തന്നെയാണ്, അതും വെളിച്ചത്തിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങൾ ഒരു സെപ്പറേഷൻ ആയിരിക്കാം, നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കാം. എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ ഒരു മുന്നോട്ടുള്ള കുതിപ്പ്, മുന്നോട്ട് പോവുക, മുന്നോട്ട് സഞ്ചരിക്കുക, അതിനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു എനർജിയാണ് ഗോയിങ് ഫോർവേഡ് ആണ്, നോട്ട് ലുക്കിംഗ് ബാക്ക്. പുറകിലേക്ക് നോക്കുന്ന ചരിത്രമേ ഇല്ല, മുന്നോട്ട് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇതോടുകൂടി അവസാനിച്ചോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് മുന്നോട്ട് തന്നെയാണ്, ഇതെവിടെയും നിന്നു പോകുന്നില്ല എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, എന്ത് കാര്യമാണ് ഈ വ്യക്തി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതായത് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ഈ വ്യക്തിയുടെ എന്ത് കാര്യത്തിലാണ്? അത് സ്വഭാവമാണോ, സംസാരമാണോ, ചിന്താഗതിയാണോ, എന്താണെന്ന് അറിയില്ല. ഏത് മേഖലകളിലാണ് ഈ പേഴ്സൺ മെച്ചപ്പെടുത്താനായിട്ട് നോക്കുന്നത്, എന്ത് കാര്യമാണ്? നമുക്ക് നോക്കാം. ഇത് നമുക്കൊരു റിവേഴ്സ് കാർഡായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ് ഇത്, നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണ് പലപ്പോഴും റിലേഷൻഷിപ്പിൽ വേണ്ടത്ര ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടില്ലാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പല വിധത്തിലും നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ അത്രയും ഒരു ഇമ്പോർട്ടൻസ് തരാതെ ഈ പേഴ്സന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് മാത്രം ചിന്തിച്ചു കൊണ്ടേയിരിക്കും, വേറെ കാര്യത്തിലൊന്നും ശ്രദ്ധയുണ്ടാവില്ല. ഇപ്പൊ കരിയർ പരമായിട്ടുള്ള കോൺസെൻട്രേഷൻ ആണെങ്കിൽ അതിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റിലേഷൻഷിപ്പിലേക്കോ നിങ്ങളിലേക്കോ എത്തി നോക്കുകയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജി ഈ പേഴ്സന് പണ്ട് മുതൽ തൊട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പരാജയങ്ങള്, പോരായ്മകള്, പ്രശ്നങ്ങള് ഒക്കെയും ഈ പേഴ്സന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് വളരെയധികം കൃത്യമായിട്ട് കാണാനുമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഈ പേഴ്സന്റെ ഹാർട്ട് ചക്ര, അതുപോലെ ലവ് എനർജീസ്, അതായത് ലവിനെ, പ്രണയത്തെ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു ചക്ര എനർജി വളരെയധികം ഡള്ളായിട്ടാണ് കിടക്കുന്നത്. എസ്പെഷ്യലി ഇൻഡ്യൂഷൻ, അതുപോലെ തന്നെ ത്രോട്ട് ചക്ര ആൻഡ് ഓൾസോ ദ സേക്രൽ ചക്ര, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ബ്ലോക്ക്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ എങ്ങനെയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാൽ പോലും പലപ്പോഴും അത് സാധ്യമാകാറില്ല എന്നാണ് കാണിക്കുന്നത്. അതാണ് നമുക്ക് ഈ ഒരു ബാലൻസ്, കാരണം ഏഞ്ചൽ ഓഫ് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസിൽ കൊണ്ട് നിർത്തുക, കൃത്യമായിട്ടുള്ള ഒരു അളവിൽ കൊണ്ടുപോയി നിർത്തുക, അതിനെയാണ് സൂചിപ്പിക്കുന്നത് ബാലൻസ്. അപ്പോൾ ആ ഒരു എനർജി നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ധാരാളം ടോക്സിക് ആയിട്ടുള്ള എനർജീസ് ഉണ്ട്, അത് പുറത്തേക്ക് കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണ് സർട്ടൻ അഡിക്ഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. മേ ബി ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ആളായിരിക്കാം, ഓവറായിട്ട് ഓരോന്നിനെ പറ്റിയിട്ടും അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്ത് തന്നെയായാലും അത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതാണ് ഈ പേഴ്സൺ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം എല്ലാ കാര്യവും ഒരുപോലെ കൊണ്ടുപോകാനായിട്ടാണ്, ഒരേ അളവിൽ ഒരേ എനർജിയിൽ കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാൽ മാത്രമേ ആ ഒരു ബാലൻസിങ് എനർജി നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് സത്യത്തിൽ ഈ പേഴ്സണ് സംഭവിച്ചിട്ടുള്ളത്, അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. കാരണം ഈ പേഴ്സണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ്, ഗോഡസ് ഓഫ് ദ മൂൺ ആണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ്, അതായത് ഇൻഡ്യൂഷൻസ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നു. കാരണം ഇപ്പോൾ ഈ പേഴ്സണ് പലപ്പോഴും മര്യാദക്ക് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അറിയത്തില്ല. അതാണ് ഈ പേഴ്സന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് കാണിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുവാനാണെങ്കിൽ
പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിലേക്ക് മുഴുകി പോവുക, അതിലേക്ക് വളരെയധികം അഡിക്റ്റഡ് ആയി പോവുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള ബ്ലോക്കേജസ്, അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു തടസ്സം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കുവാനോ ആ ഒരു തടസ്സത്തെ മാറ്റിയെടുക്കാനോ ഈ പേഴ്സൺ തയ്യാറാകില്ല. അതിനെ അതിന്റെ വഴിക്ക് അങ്ങ് വിടും. അല്ലെങ്കിൽ പിന്നീടാകട്ടെ, പിന്നീട് പരിഹരിക്കാം, പിന്നീട് ശരിയാക്കാം, ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ പേഴ്സൺ ഉള്ളത്. സോ നിങ്ങളായിട്ട് പോലും കുറച്ച് നാളത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഈ പേഴ്സൺ മുന്നോട്ട് പോകും. അല്ലാതെ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടോ നിങ്ങളുടെ സംസാരമൊക്കെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടോ അങ്ങനത്തെ ഒരു വികാരം ഈ പേഴ്സൺ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇൻഡ്യൂഷൻസ് വളരെയധികം ബ്ലോക്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഈ പേഴ്സന്റെ ലവ് എനർജീസ് വളരെയധികം താഴ്ന്നാണ് കിടക്കുന്നത്. ആ പ്രണയത്തിന്റെ തരംഗങ്ങൾ, പ്രണയത്തിന്റെ വൈബ്രേഷൻസ് ഉയർന്നു വരുമ്പോൾ മാത്രമാണ് അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു എനർജി എന്തുകൊണ്ടോ എവിടേക്കോ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഈ പേഴ്സൺ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വശത്തേക്ക് ഈ പേഴ്സൺ തിരിഞ്ഞു നോക്കൂല. ഇപ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് തെറ്റിദ്ധാരണകള്, സംശയങ്ങള് ഇതൊക്കെ ഉണ്ടായാൽ പോലും ഈ പേഴ്സൺ അത് തുറന്നു പറയുവാനോ അത് പരിഹരിക്കുവാനോ ശ്രമിക്കുകയില്ല. അപ്പോൾ ഇതൊരു പരിധിവരെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ സ്വയം ഇരുട്ടിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. മിക്ക പ്രശ്നങ്ങളും ഈ പേഴ്സൺ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് പലപ്പോഴും നിങ്ങൾ കണ്ടുപിടിച്ച് ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം മേ ബി. പക്ഷെ അത് ഈ പേഴ്സൺ പരിഹരിക്കുവാനോ അല്ലെങ്കിൽ അത് മര്യാദക്ക് കൊണ്ടുപോകാനോ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ പല ചക്രാസും ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ പേഴ്സൺ ഒട്ടും റൊമാൻറ്റിക് അല്ലായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനോ സംസാരിക്കാനോ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പേഴ്സണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലുതായി 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 വളരെ വലുതായി അത് വലിയൊരു മോശത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഒരു മാസമായിട്ട് എന്താണ് ഈ വ്യക്തിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജി നമുക്ക് നോക്കാം. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആണ്, അതായത് ചില പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പോലും വളരെയധികം മനോഹരമായിട്ടുള്ള സൗഹൃദത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പൊ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സൗഹൃദമാണ് ഈ വ്യക്തിയെ തേടി വന്നിട്ടുള്ളത്. ഓക്കെ, സൗഹൃദങ്ങളാണ്. അത് ചിലപ്പോൾ പുതിയ സ്ഥലത്തായിരിക്കാം, പുതിയ കൂട്ടുകാരായിരിക്കാം, പുതിയ സാഹചര്യങ്ങളായിരിക്കാം, ജോലി സ്ഥലമായിരിക്കാം. ഓക്കെ, അപ്പോൾ അവരിൽ നിന്നുമൊക്കെ പുതിയ പുതിയ അറിവുകൾ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വഭാവത്തിന് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അതെങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള വളരെയധികം ഒരു പാഠങ്ങൾ, ഒരു ലെസൺസ് അല്ലെങ്കിൽ മര്യാദകൾ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മര്യാദക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക്, ധാരാളം അറിവുകൾ മറ്റുള്ളവരിൽ നിന്നും ഈ പേഴ്സണ് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പാണ്, അതൊരു പുതിയ തുടക്കമായിരിക്കാം, പുതിയ എനർജീസ് ആയിരിക്കാം, വളരെ സത്യസന്ധതയുള്ള ഒരു കൂട്ടുകാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എത്രമാത്രം കണക്റ്റഡ് ആണ് സ്പിരിച്വലി എന്നുള്ളത് നമുക്ക് നോക്കാം. ആത്മീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ എത്രമാത്രം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. യെസ്, നമ്പർ 2 ഇൻഡ്യൂഷൻ.
ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻ വർക്ക് ആകുന്നുണ്ട്. അതിനിപ്പോ പുതിയ സൗഹൃദങ്ങൾ കൊണ്ടാണോ, പുതിയ കൂട്ടുകാരെ കിട്ടി അവര് ഈ പേഴ്സണെ ഉപദേശിക്കുന്നത് കൊണ്ടാണോ, പുതിയ അറിവുകൾ ഈ പേഴ്സണ് ലഭിക്കുന്നത് കൊണ്ടാണോ, ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻ വളരെയധികം വർക്ക് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ ആ ഒരു എനർജി വരും, എന്തെന്നില്ലാത്തൊരു സന്തോഷം വരും. നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ അതേ എനർജി തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, അതായത് ഈ വ്യക്തിയുടെ മനസ്സിന് ഒരു വിഷമം വരും. അതുമാത്രമല്ല, ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ഈ പേഴ്സന്റെ, അതായത് നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോള് അല്ലെങ്കിൽ മെസ്സേജ് ഈ പേഴ്സണ് ലഭിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡ്യൂഷനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ പേഴ്സണ് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് മറ്റു പലവരിൽ നിന്നും തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് പുതിയ സൗഹൃദങ്ങൾ, പുതിയ കൂട്ടുകെട്ടുകൾ, അങ്ങനെ പല രീതിയിലുള്ള സിറ്റുവേഷൻസും ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കാരണം നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കും. ശരിക്കും ചുറ്റുപാടുള്ള എനർജീസ് ആണ് നമ്മളെ നല്ലതിലേക്കും ചീത്തയിലേക്കും നയിക്കുന്നത്. അതൊരു പ്രപഞ്ച സത്യമാണ്. അപ്പൊ ഈ പേഴ്സൺ എന്തൊക്കെയോ ആ ഒരു ചുറ്റുപാടുള്ള എനർജീസ് വളരെയധികം സ്പെഷ്യലായിട്ട് പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് പുതിയ സ്ഥലത്ത് പോയിട്ടുണ്ടാകാം, പുതിയ സാഹചര്യത്തിലേക്ക് വഴിമാറിപ്പോയിട്ടുണ്ടാകാം, എന്തൊക്കെയോ ഒരു പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ലെജൻസ് ആണ്. ലേൺ ഫ്രം ദോസ് ഹു ഇൻസ്പയർ യു. എനിക്ക് തോന്നുന്നു ഇതേ എനർജി തന്നെയാണ് ഈ പേഴ്സണും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും അങ്ങനെ ഒരു എനർജി എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റാരേക്കോ കണ്ട് പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സണ് നന്നായിട്ട് പ്രണയിക്കാൻ അറിയില്ലെങ്കിൽ, റൊമാൻറ്റിക് ആയിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിൽ, ഈ പേഴ്സൺ ഒരു ഫ്രണ്ട് ഉണ്ടാകാം, ആ ഫ്രണ്ടിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാം. സോ അവര് റൊമാൻസ് കാണിക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ അവരുടെ പാർട്ട്ണറുമായിട്ട് നല്ല രീതിയിൽ പോകുന്നത് കണ്ടിട്ട് അതൊരു മാതൃകയാക്കി ഈ പേഴ്സണും നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കുറച്ചും കൂടെ പവർഫുൾ ആക്കി എടുക്കാനായിട്ട് നോക്കുക. അതായത് നമ്മൾ പറയില്ലേ, മറ്റൊരാളെ കണ്ടിട്ട് നമുക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി, നമുക്കത് ഭയങ്കര സ്വാധീനിച്ചു, നമ്മളെ വളരെയധികം പോസിറ്റീവായിട്ട് സ്വാധീനിച്ചു, അതിനുശേഷം നമ്മളും അങ്ങനെ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഇൻസ്പിറേഷൻ ആണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് പഠിക്കാനും അതുപോലെ ചെയ്യാനുമാണ് ഏഞ്ചൽസ് ഇവിടെ നിങ്ങളോടും ഈ പേഴ്സണോടും പറയുന്നത്. എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെയാണ് ടോട്ടൽ എനർജിയിൽ നിന്നും ഈ പേഴ്സന്റെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് ലെറ്റസ് വൈൻഡ് അപ്പ്. യുവർ വോയിസ് റീസണേറ്റ്സ് ഡീപ്ലി ഇൻ മൈ സോൾ. നിങ്ങളുടെ ശബ്ദം വളരെയധികം മനോഹരമാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സന്റെ ഹൃദയത്തിൽ പതിയുന്നുണ്ട്. യുവർ ഫാന്റസീസ് ബ്ലെൻഡ് വിത്ത് മൈൻ. അതായത് നിങ്ങളുടെ ആഗ്രഹം പലപ്പോഴും അതേ ആഗ്രഹം തന്നെയാണ് ഈ പേഴ്സണും ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബീച്ചിൽ പോകാനായിരിക്കാം ആഗ്രഹം, അപ്പോൾ ഈ പേഴ്സണും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ബീച്ചായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരുപോലെയാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. യു മേക്ക് മൈ ഫിയേഴ്സ് മെൽറ്റ് അവേ. ഈ പേഴ്സണ് വളരെയധികം പേടിയുള്ള കൂട്ടത്തിലാണെന്ന് കാണിക്കുന്നു. ഒട്ടും റൊമാൻറ്റിക് അല്ലായിരിക്കാം, അതുപോലെ പേടി കുറച്ച് കൂടുതലുള്ള ആളാണെന്ന് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണ് കുറച്ച് ധൈര്യമാണെന്നാണ് പറയുന്നത്. യു കോൾ ഓർ ടെക്സ്റ്റ് മീ ടു സീ ഇഫ് ഐ ആം ഓക്കെ. അപ്പോൾ ഈ പേഴ്സണെ പറ്റിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേഴ്സണെ വിളിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. അതൊക്കെ ഈ പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. യുവർ ബോഡി ഫീൽസ് ഗ്രേറ്റ് നെക്സ്റ്റ് ടു മൈൻ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ പേഴ്സണ് വളരെയധികം സന്തോഷമാണ് എന്നാണ് കാണിക്കുന്നത്. യു ആർ സച്ച് എ കിങ് ഹ്യൂമൻ ബീങ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു രാജാവോ രാജ്ഞിയോ ആണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അത്രമാത്രം നിങ്ങൾ ഈ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. യു ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട്. ഈ പേഴ്സന്റെ ഹൃദയത്തിന്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. യു സേ സില്ലി ആൻഡ് ക്യൂട്ട് തിങ്സ് ടു മേക്ക് മീ ലാഫ്. അതായത് നിങ്ങൾ പറയുന്ന കുഞ്ഞി തമാശകളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞി തമാശകൾ, ചെറിയ തമാശകൾ, അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്, സന്തോഷമാണ്. അത് കേൾക്കുമ്പോൾ ഈ പേഴ്സൺ മനസ്സറിഞ്ഞ് ചിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമ്മളുടെ 3rd ചാനലാണ്, 555 ഏഞ്ചൽ ഡിലൈറ്റ്ഫുൾ സോള്.
അപ്പോൾ ഓക്കെ, അതാണ്. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.